റൺസ്ഫെഡിന്റെ 5ാമത് സംസ്ഥാന കൺവെൻഷൻ ചെർക്കളയിൽ സമാപിച്ചു. വിൻവാലി റിസോർട്ടിൽ നടന്ന കൺവെൻഷൻ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കെട്ടിട പെർമിറ്റിനായി റെയിൽവേയുടെ NOC കിട്ടാനുള്ള കാലതാമസം ഒഴിവാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ അഥവാ റൺസ്ഫെഡിന്റെ 5ാമത് സംസ്ഥാന കൺവെൻഷൻ പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാസർഗോഡ് ചെർക്കളയിലെ വിൻവാലി റിസോർട്ടിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സജി കുര്യാക്കോസ് പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. തുടർന്ന് സംസ്ഥാന വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് വീഡിയോ കോൺഫറൻസിംഗ് വഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണത്തിലുള്ള അനുമതി K-സ്മാർട്ട് വഴി അതിവേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിധിയിലുള്ളതെന്നും ഇതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രധാന ഘടകങ്ങളായ പ്ലാനും മറ്റു കാര്യങ്ങളുമെല്ലാം സമർപ്പിക്കുന്നതിൽ രജിസ്ട്രേഡ് എഞ്ചിനീയർമാർ തന്നെയാണ് പ്രധാന പങ്ക് വഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതികമായി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലാനും മറ്റു കാര്യങ്ങളും തന്നെ ഏറെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കെട്ടിട നിർമ്മാണ അനുമതിക്ക് പ്ലാൻ സമർപ്പിക്കുമ്പോൾ രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള എഞ്ചിനീയർമാർ, സൂപ്പർവൈസർമാർ അതൊരു പ്രധാന ഘടകമാണ്. അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് റൺസ്ഫെഡ് എന്ന രൂപത്തിൽ സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. കെട്ടിട നിർമ്മാണത്തിന് കെട്ടിടം നിർമ്മിക്കുന്ന അതിന്റെ ഉടമസ്ഥൻ പഞ്ചായത്ത് ഓഫീസർക്ക് പുകയുള്ള ആരാണോ നമ്മുടെ എഞ്ചിനീയർ ആദ്യമേ പോയി കണ്ടാൽ മതി. അദ്ദേഹം ഓഫീസിൽ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളൂ. ഇതാണ് K-സ്മാർട്ടിലൂടെ ഏറ്റവും പ്രധാനമായും നൽകുന്നത്. നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓഫീസിൽ നിന്ന് പ്ലാൻ വരച്ച് എസ്റ്റിമേറ്റ് ഇറക്കി എല്ലാം ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിച്ച് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക്, കസ്റ്റമേഴ്സിന് നിങ്ങളുടെ കക്ഷികൾക്ക് കൊടുക്കുന്ന അവസ്ഥ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവർ. അത് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്ത ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട. ഓടക്കുഴൽ അവാർഡ് ജേതാവ് EP രാജഗോപാലനെ കൺവെൻഷനിൽ ആദരിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ചെർക്കള, ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ VV സന്തോഷ്, മധു S നായർ, ഗിരീഷ് ബാബു, A സിനി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് ബാബു, അഭിനവ്, ജുനൈസ് കവടി, സംസ്ഥാന കമ്മിറ്റി അംഗം R സുഭാഷ്, സംഘാടക സമിതി കൺവീനർ TJ പ്രദീപ്, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് NV പവിത്രൻ, മുൻ ജില്ലാ പ്രസിഡന്റ് K മനോജ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സലാം സ്വാഗതവും സംസ്ഥാന ട്രഷറർ V പ്രഭു നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സംഘടനാ സെഷൻ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സജി കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹം ഒട്ടനവധി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഏറ്റവും അഭിമാനകരമായ നിലയിലേക്കുള്ള വൻ മാറ്റങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ യൗവന വാർദ്ധക്യത്തിന് അടുത്ത് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട് നേടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മുന്നേറ്റത്തിന്റെ ഒരു കാലഘട്ടം. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയുടെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ സാങ്കേതിക വിദ്യയെ, സംവിധാനത്തെയൊക്കെ നമുക്ക് അത്ഭുതത്തോടുകൂടി നോക്കിക്കാണും. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S മനു, ജില്ലാ പഞ്ചായത്ത് അംഗം K സബീഷ് എന്നിവരും സംബന്ധിച്ചു. അടുത്ത സമ്മേളനത്തിനു മുമ്പായി അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കാനും കൺവെൻഷനിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.